സംസ്ഥാനത്ത് ആശങ്ക പരത്തി പകർച്ചവ്യാധികൾ പടർന്ന് പിടിക്കുകയാണ്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു. ജില്ലയിൽ ഒരാഴ്ചക്കിടെ 3 പേരാണ് ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചത്. സംസ്ഥാനത്ത് ഇന്നലെ മാത്രം 8 പേർക്ക് ഷിഗല്ല സ്ഥിരീകരിച്ചു. നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നയാളുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ്. പകർച്ചവ്യാധി പ്രതിരോധത്തിനായി സർക്കാർ രൂപീകരിച്ചത് ഉന്നതാധികാര സമിതിയുടെ ആദ്യ യോഗം ഇന്ന് വൈകിട്ട് ചേരും. പകർച്ചവ്യാധി ആശങ്കകൾക്കിടെ കോഴിക്കോട്ടെ ആരോഗ്യ വകുപ്പ് പ്രതിസന്ധിയിലാണ്. ജില്ലാ മെഡിക്കൽ ഓഫീസർ തസ്തിക 2 ആഴ്ചയായി ആളില്ലാതെ ഒഴിഞ്ഞുകിടക്കുകയാണ്. പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് മാത്രം ഒരാഴ്ചക്കിടെ 3 പേർക്കാണ് ജീവൻ നഷ്ടമായത്. കരിമ്പുഴ സ്വദേശി വെള്ളിക്കാട്ടിൽ ജിജോ മോഹനാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കഴിഞ്ഞ ദിവസം കരിമ്പുഴ സ്വദേശിയായ 62-കാരിയും കഴിഞ്ഞ ആഴ്ച പട്ടാമ്പി സ്വദേശിയായ 73-കാരിയും ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചിരുന്നു. കഴിഞ്ഞ മാസവും ജില്ലയിൽ ഡെങ്കു ബാധിച്ച് 2 പേർക്ക് ജീവൻ നഷ്ടമായി. ഈ മാസം പാലക്കാട് മാത്രം ഇതുവരെ 543 പേർ രോഗബാധയെ തുടർന്ന് ചികിത്സ തേടി. മണ്ണാർക്കാട് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത്. സംസ്ഥാനത്ത് ഇന്നലെ പകർച്ചവ്യാധികൾ പിടിപെട്ട് 4 പേർ മരിച്ചിരുന്നു. 13,196 പേർ ഇന്നലെ മാത്രം പനി ബാധിച്ച് ചികിത്സ തേടിയിട്ടുണ്ട്. 52 പേർക്ക് ഡെങ്കിപ്പനിയും 11 പേർക്ക് എലിപ്പനിയും 22 പേർക്ക് മഞ്ഞപ്പിത്തവും സ്ഥിരീകരിച്ചു. അതേസമയം സംസ്ഥാനത്ത് ഷിഗല്ല രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതിലും ആശങ്കയുണ്ട്. ഇന്നലെ 8 പേർക്കാണ് ഷിഗല്ല സ്ഥിരീകരിച്ചത്. കൊല്ലം, ഇടുക്കി, കണ്ണൂർ ജില്ലകളിൽ 2 പേർക്ക് വീതവും കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഒരാൾക്ക് വീതവുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ ഈ മാസം ഷിഗല്ല ബാധിച്ചവരുടെ എണ്ണം 79 ആയി. ഈ വർഷം ഇതുവരെ 185 പേർക്കാണ് ഷിഗല്ല പിടിപെട്ടത്. നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള 43-കാരന്റെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുകയാണ്. നിരീക്ഷണത്തിലുണ്ടായിരുന്ന 2 പേർ ഇന്നലെ ആശുപത്രി വിട്ടു. ഇവരുടെ പരിശോധന ഫലം നേരത്തെ നെഗറ്റീവായിരുന്നു. അതേസമയം രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ഒരാളെ കൂടി നിരീക്ഷണത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്നലെ നടത്തിയ സ്രവ പരിശോധനയിൽ ആർക്കും രോഗം സ്ഥിരീകരിക്കാത്തത് ആശ്വാസകരമാണ്. പകർച്ചവ്യാധികൾ വ്യാപിക്കുന്ന സാഹചര്യത്തിലും കോഴിക്കോട്ടെ ആരോഗ്യവകുപ്പ് പ്രതിസന്ധിയിലാണ്. ജില്ലാ മെഡിക്കൽ ഓഫീസർ തസ്തിക ആളില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്നു. മുൻ DMO വിരമിച്ച് 2 ആഴ്ച പിന്നിട്ടിട്ടും പുതിയ ആളിനെ ഇതുവരെ നിയമിച്ചിട്ടില്ല. അഡീഷണൽ DMOക്കാണ് നിലവിലെ ചുമതല. പകർച്ചവ്യാധി പ്രതിരോധത്തിനായി സർക്കാർ രൂപീകരിച്ച ഉന്നതാധികാര സമിതിയുടെ ആദ്യ യോഗം ഇന്ന് വൈകിട്ട് ചേരും. രോഗബാധ കൂടുതലുള്ള സ്ഥലങ്ങളിൽ അടിയന്തരമായി സന്ദർശിക്കാനാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം. ജില്ലാ തലങ്ങളിൽ ഔട്ട്ബ്രേക്ക് മോണിറ്ററിംഗ് യൂണിറ്റും പ്രവർത്തന സജ്ജമാക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.